ഈ വേൾഡ് കപ്പിനെ പറ്റി ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ 2026 വേൾഡ് കപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, എന്നാൽ അതിൽ നിന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് 2026 വേൾഡ് കപ്പിൻ്റെ പ്രത്യേകതകൾ? അതിൽ മെയിൻലി രണ്ടെണ്ണമായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന് ടീമിൻ്റെ എണ്ണമാണ്. 32 ടീമിൽ നിന്ന് 48 ടീമായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ, ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 രാജ്യങ്ങളിലായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നു: മെക്സിക്കോ, കാനഡ, USA. അപ്പോൾ നമുക്ക് മനസ്സിലേക്ക് കയറി വരുന്ന ഒരു ഡൗട്ടാണ്, എന്തിനാണ് ഇപ്പോൾ 32 ടീമിൽ നിന്ന് 48 ടീമാക്കുന്നത്, എന്തിനാണ് 3 കൺട്രീസ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയുടെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടൂർണമെൻറ്റിൻ്റെ ഫോർമാറ്റിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെയും ചില പ്രത്യേകതകളുണ്ട്. 12 ഗ്രൂപ്പിൽ 4 ടീമായിട്ടാണ് ഫോർമാറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഡിസൈഡ് ചെയ്തത് 16 ഗ്രൂപ്പിൽ 3 ടീം എന്നുള്ളൊരു ഫോർമാറ്റിലായിരുന്നു. ആ ഫോർമാറ്റിനെ പറ്റി ഒരുപാട് വിമർശനം വന്നതുകൊണ്ടാണ് ഫിഫ അത് റിവൈസ് ചെയ്തിട്ട് 12 ഗ്രൂപ്പിൽ 4 ടീം എന്നുള്ളൊരു ഫോർമാറ്റ് കൊണ്ടുവന്നത്. എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് റൗണ്ട് ഓഫ് 32ലേക്ക്, അതായത് നോക്കൗട്ട് സ്റ്റേജിലേക്ക് ക്വാളിഫൈ ആവുന്നതെന്നും കൂടെ നോക്കാം. അതിനും ചില പ്രത്യേകതകളുണ്ട്. അതിനു മുമ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ ഓരോ ടീമും എത്ര മത്സരങ്ങൾ, ടോട്ടൽ എത്ര മത്സരം നോക്കാം. 12 ഗ്രൂപ്പിലെ, അതായത് ഈ 48 ടീമും 3 ഗെയിം വീതം ഗ്രൂപ്പ് സ്റ്റേജിൽ കളിക്കുന്നു. ഇനി നോക്കൗട്ടിലേക്ക് എങ്ങനെയാണ് ക്വാളിഫൈ ആവുന്നത്? നോക്കൗട്ടിലേക്ക് ക്വാളിഫൈ ആവുന്ന ടീമിൻ്റെ എണ്ണം 32 ആണ്. ഈ 32 ടീമിൽ നിന്ന് 24 ടീമിനെ സെലക്ട് ചെയ്യുന്നത്, അതായത് ഈ 12 ഗ്രൂപ്പിലെ ടീമും 3 കളികൾ വീതം കളിച്ചതിന് ശേഷം, ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിച്ചതിന് ശേഷം അതിലെ ടോപ്പ് 2 ടീംസ് ഓട്ടോമാറ്റിക്കലി റൗണ്ട് ഓഫ് 32ലേക്ക് കടക്കുകയാണ്. അപ്പം 24 ടീം അങ്ങനെയാണ് സെലക്ട് ആവുന്നത്. ഇനി ബാക്കിയുള്ള സ്പോട്ട് എന്ന് പറയുന്നത് 8 ടീംസിൻ്റെയാണ്. ഈ 8 ടീംസിനെ സെലക്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ 8 ടീംസിനെ സെലക്ട് ചെയ്യുന്നത്, അതായത് ഈ 12 ഗ്രൂപ്പിലെയും ബെസ്റ്റ് പെർഫോമിംഗ് 3ാം സ്ഥാനക്കാരെയാണ്. അപ്പോൾ ഈ ബെസ്റ്റ് പെർഫോമിംഗ് 3ാം സ്ഥാനക്കാരുടെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? നമ്പർ 1 പോയിന്റ് തന്നെ, നമ്പർ 2 ഗോൾ ഡിഫറൻസ്. ഈ ഗോൾ ഡിഫറൻസും ഈ പോയിന്റും ഗോൾ ഡിഫറൻസും ടൈ ആയി കഴിഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്തത്, ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ആരാണെന്ന് നോക്കും. അതും ടൈ ആവുകയാണെങ്കിൽ ഫെയർ പ്ലേ അസസ്മെൻറ്റ് എടുക്കും. ഈ ഫെയർ പ്ലേ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് യെല്ലോ കാർഡ്, ഇൻഡയറക്റ്റ് റെഡ് കാർഡ് എന്നീ ക്രൈറ്റീരിയാസ് ആണ്. ഈ യെല്ലോ കാർഡിന് -1 പോയിൻറ്റും, അതായത് ഒരു യെല്ലോ കാർഡിന് -1 പോയിൻറ്റും, ഇൻഡയറക്റ്റ് റെഡ് കാർഡിന് -3 പോയിൻറ്റും, അതായത് 2 യെല്ലോ 1 റെഡ് കാർഡിന് -3 പോയിൻറ്റും, ഡയറക്റ്റ് റെഡ് കാർഡിന് -4 പോയിൻറ്റും എന്ന രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ആരാണ് മുന്നിൽ നിൽക്കുന്നത് അവർ ക്വാളിഫൈ ചെയ്യണം. ഇത് കേൾക്കുമ്പം എനിക്കും നിങ്ങളുടെ കൂട്ടൊരു കൗതുകം തോന്നിയായിരുന്നു. എന്താണ് സാധ്യത? എല്ലാ ടീംസും ഒരേ പോയിന്റും, എല്ലാ ടീംസും ഒരേ ഗോൾ ഡിഫറൻസും, എല്ലാ ക്രൈറ്റീരിയയും, അതായത് ഫെയർ പ്ലേ എല്ലാം ക്രൈറ്റീരിയ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്ന്. അങ്ങനെ വരുവാണെങ്കിൽ ഫിഫ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡ്രോ എടുക്കാനാണ്, അതായത് ബൗളിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. അപ്പം നമുക്കെല്ലാവർക്കും തോന്നും, അത് ഫെയർ ആണോ? ഇത്രയും കളി കളിച്ചിട്ട് ഇത് പോയിന്റ് എല്ലാം മാച്ചായി, ഈ ക്രൈറ്റീരിയസ് എല്ലാം മാച്ചായിട്ട് ഒരു ഡ്രോയിൽ അവസാനിപ്പിക്കുകയാണ്. ഇത് ഡ്രോയിൽ അവസാനിപ്പിക്കാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയപരിമിതി കൊണ്ടാണ് ഈ ഡ്രോയിലേക്ക് ചുരുക്കുന്നത്. പക്ഷേ നമ്മൾ അതിനൊന്നും അറിയാവേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വിദൂരമാണ്. ഇറ്റ്സ് ലൈക്ക് 1 in a million ചാൻസ് ടു സീ ദാറ്റ് ഹാപ്പനിങ്. അങ്ങനെ റൗണ്ട് ഓഫ് 32 ആവുന്നു. ഇവിടം തൊട്ട് റൗണ്ട് ഓഫ് 32 തൊട്ട് ഫോർമാറ്റിന് മാറ്റമൊന്നുമില്ല. സെയിം പഴയതുപോലെ തന്നെ നോക്കൗട്ട്, സിംഗിൾ മാച്ച് നോക്കൗട്ട്, റൗണ്ട് ഓഫ് 32 നിന്ന് റൗണ്ട് ഓഫ് 16, റൗണ്ട് ഓഫ് 16 നിന്ന് ക്വാർട്ടർ ഫൈനൽ നിന്ന് സെമിഫൈനൽ നിന്ന് ഫൈനൽ. ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, എന്തുകൊണ്ട് 32 ടീമിൽ നിന്ന് 48 ടീമായി, അതുപോലെ തന്നെ എന്തിനാണ് 3 കൺട്രീസ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നീ ക്വസ്റ്റ്യൻസിനെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്പർ 1 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ദിസ് എക്സ്പാൻഷൻ? ഈ 32 ടീമിൽ നിന്ന് 48 ടീമാക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ നേഷൻസിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മെയിൻ റീസൺ. രണ്ടാമത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഓബ്വിയസ്ലി ഇത്രയും ടീംസ് വരുമ്പം മാച്ചസിൻ്റെ എണ്ണം കൂടുകയാണ്. മാച്ചസിൻ്റെ എണ്ണം കൂടുമ്പം റവന്യൂവും കൂടും. പിന്നെ
റവന്യൂ അല്ലാതെ വേറൊന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന ടീംസൊക്കെ വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ കളിക്കുമ്പം അവരുടെ പ്ലെയേഴ്സിന് കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ, ആ ഡിഫറെൻറ്റ് ലെവൽ പ്ലെയേഴ്സ്, അതായത് അവരെക്കാട്ടിലും ഹയർ ലെവലിൽ കളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ, അവർക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ കളിക്കുമ്പോൾ ഈ ചെറിയ ടീംസിൻ്റെ സ്റ്റാൻഡേർഡോടെ ഇങ്ങനത്തെ ഫോർമാറ്റിൽ കളിച്ച് പതുക്കെ ഉയരുകയാണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടീമിൻ്റെ എണ്ണം 32-ൽ നിന്ന് 48 വർദ്ധിപ്പിച്ചത്. ഈ വേൾഡ് കപ്പ് എന്തിനാണ് ഈ 3 കൺട്രീസിൽ ഹോസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിക്കണം. 32 മാച്ചിൽ നിന്ന് 48 മാച്ചസ് ആയിട്ടാണ് മാറുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ മാത്രം 72 മാച്ച്. ആകെ മൊത്തം കളിക്കേണ്ട മാച്ചിൻ്റെ എണ്ണം 104 മാച്ചസ് ആണ്. അപ്പോൾ ഈ 104 മാച്ചസ് ഈ 40 ദിവസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റേതായ സ്റ്റേഡിയം വേണം. നമ്പർ 1 അത് തന്നെയാണ്, ഫെസിലിറ്റീസ്. അപ്പോൾ ഈ 3 രാജ്യങ്ങളാവുമ്പോൾ ഇത് ഹോസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ആഡഡ് ഫെസിലിറ്റീസ്, ഈ വരുന്ന കാണികൾക്കായിട്ടുള്ള ഹോട്ടൽ സൗകര്യങ്ങൾ, ലോജിസ്റ്റിക് സപ്പോർട്ട്, ഇതൊക്കെ ഒരു കൺട്രിക്ക് മാത്രം അല്ലെങ്കിൽ 2 കൺട്രിക്ക് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇതുകൊണ്ടാണ് ഒരു കൺട്രി ഫോർമാറ്റ് അല്ലെങ്കിൽ 2 കൺട്രി ഫോർമാറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് 3 കൺട്രി ഫോർമാറ്റിലേക്ക് മാറിയത്. ടു ഹാവ് മോർ ഫെസിലിറ്റീസ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ ഫാൻസ് ബെറ്റർ. പിന്നെ ഈ 3 കൺട്രീസ് ഹോസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇതൊരിക്കലും അവസാനത്തെ ആവാൻ പോകുന്നില്ല. 2026 കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് 2030 വേൾഡ് കപ്പാണ്. ഈ 2030 വേൾഡ് കപ്പിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ 2030 ആവുമ്പോൾ വേൾഡ് കപ്പ് എന്ന് ഈ പറയുന്ന കോമ്പറ്റീഷന് 100 വർഷം തികയുകയാണ്. ഈ 100 വർഷം തികയുന്ന അവസരത്തിൽ ഇത് ഹോസ്റ്റ് ചെയ്യുന്ന സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ 3 രാജ്യങ്ങളാണ്. പക്ഷേ ഈ 100ാം വർഷത്തിൻ്റെ അവസരത്തിൽ ഇതിൻ്റെ ഹെറിറ്റേജിനെ മാനിക്കാനായിട്ട്, ഇതിൻ്റെ പാരമ്പര്യത്തെ മാനിക്കാനായിട്ട് ഓപ്പണിംഗ് മത്സരങ്ങൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളായ ഉറുഗ്വേ, അർജൻറ്റീന, പരാഗ്വേ എന്നീ രാജ്യങ്ങളിലും സംഘടിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് അടിക്കുക. ഇതുപോലെ കൂടുതൽ കണ്ടൻസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.